കുഞ്ച് ബിഹാരി ശ്രീഹരിദാസ്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് വൃന്ദാവനത്തിലെ ആ പ്രാണധൻ ശ്രീ ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ പ്രാണധൻ പ്രാക്കട്യായ ദിവസമാണ്. ഈ തമ്മനയിൽ കൊടുക്കുന്ന പോലെ മുജ്ജന്മ സുഹൃതാണ് ഇന്ന് ഈ കഥ കേൾക്കുന്നത്. അത് ഞാൻ പറയുന്നതുകൊണ്ടല്ല കേട്ടോ, അത് ആ കൃഷ്ണൻ്റെ മഹിമയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗത്ത് പ്രവേശിച്ച സമയം പ്രേമഭക്തി സജ്ജനങ്ങൾ സങ്കീർത്തനത്തിൽ കൂടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ കൂടെ മനസ്സിലാക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശരീരത്തിൽ നിന്ന് ആ തേജസ് ചൈതന്യം ഒക്കെ വരാൻ തുടങ്ങി. സജ്ജനങ്ങൾക്ക് മനസ്സിലാവുന്നു, അവിടുത്തെ വാസികൾക്ക് മനസ്സിലാവാണ്, ഈ ഭക്തിയിലും പ്രേമഭാവത്തിലും വന്നിരിക്കുന്നത് സാധാരണ ഒരാളല്ല. ഭഗവാന്റെ സങ്കീർത്തനം ചെയ്ത് ഭാവാവേശത്തിൽ മോഹാലസ്യപ്പെട്ട് വീഴാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്രീ വെങ്കട ഭട്ട് പറഞ്ഞ ഒരു ആചാര്യൻ അവിടെ ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ സ്വന്തം ഗൃഹത്തിലേക്ക് വെങ്കട ഭട്ട് സ്വീകരിക്കുകയാണ്. വെങ്കട ഭട്ട് ചാതുർമാസ്യം, അതായത് 4 മാസ കാലം അളവിൽ ചൈതന്യ മഹാപ്രഭു വെങ്കട ഭട്ടിൻ്റെ ഗൃഹത്തിലായിരുന്നു. എന്തിനായിരുന്നു? എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് അല്ലേ. ഭഗവാന്റെ ഐശ്വര്യഭാവത്തിലാണ് ശ്രീരംഗത്ത് ശ്രീ വെങ്കട ഭട്ട് ശ്രീ സമ്പ്രദായം രാമാനുജാചാര്യൻ്റെ ആ ലീനിയേജിൽ ഫോളോ ചെയ്യുന്ന ശ്രീ സമ്പ്രദായത്തിൽപ്പെട്ട ആളായിരുന്നു ശ്രീ വെങ്കട ഭട്ട്. ഭഗവാനെ ഐശ്വര്യഭാവത്തിലായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ആ ഗുണങ്ങളാണ് ഐശ്വര്യ ലക്ഷ്മി സമേതനായ കൃഷ്ണൻ. മാധുര്യ പ്രേമഭക്തി, അതായത് നമ്മളെ രാധാകൃഷ്ണ പ്രേമഭക്തി മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നത്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്ത് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആരാണ്? വെങ്കട ഭട്ടിൻ്റെ മകൻ ശ്രീ ഗോപാൽ. ഗോപാലിന് ചൈതന്യ മഹാപ്രഭുവിനോട് വളരെ അടുപ്പായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യാൻ വളരെ ആഗ്രഹമായിരുന്നു. ചൈതന്യ മഹാപ്രഭു ഭക്ഷണത്തിൻ്റെ പ്രസാദമൊക്കെ ഗോപാൽ ഭട്ടിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ചാതുർമാസ്യം കഴിഞ്ഞ് അവിടുന്ന് പോകേണ്ട സമയമായപ്പോൾ ഗോപാൽ ഭട്ടിനെ വിട്ടുപിരിയാൻ പറ്റില്ലായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന് ശരണാഗതി കാൽപാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ്. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇപ്പോഴല്ല വരേണ്ടത്, അച്ഛനെയും അമ്മേനെയും സേവ ചെയ്തതിന് ശേഷം വൃന്ദാവനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആജ്ഞപ്രകാരം ശ്രീ ഗോപാൽ ഭട്ട് സംസ്കൃത പാണ്ഡിത്യവും വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അച്ഛനും അമ്മയുടെയും കാലശേഷം വൃന്ദാവനത്തിലേക്ക് വരികയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ സദാ ചിന്തയിൽ മുഴുകിയായിരുന്നു ഗോപാൽ ഭട്ട് ഇരുന്നിരുന്നത്. അങ്ങനെ വൃന്ദാവനത്തിൽ പ്രവേശിക്കുന്നു. വൃന്ദാവനത്തിൽ പോയി ഭഗവാന്റെ അടുത്ത് എത്തുന്നതും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആജ്ഞപ്രകാരം അവിടെ ശ്രീ ജീവ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ കേട്ടോ. തീർത്ഥാടനം ചെയ്യാണ് ശ്രീ ഗോപാൽ ഭട്ട്. എവിടെയാണ്? നേപ്പാളിലെ ഗണ്ഡകി നദിയിലേക്ക് എത്തി. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ നമുക്ക് സാലഗ്രാമങ്ങൾ കിട്ടും അല്ലേ. അങ്ങനെ ഗോപാൽ ഭട്ട് ഗോസ്വാമി നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ സ്നാനം ചെയ്യുന്ന സമയം, സ്നാനം ചെയ്തെണീക്കുന്ന സമയം കമണ്ടലൂല് സാലഗ്രാമങ്ങൾ വരികയാണ്. 12 സാലഗ്രാമങ്ങൾ. ഓരോ തവണ സ്നാനം ചെയ്യുമ്പോഴും ഈ സാലഗ്രാമങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ നിശ്ചയമാണ്. അങ്ങനെ ഈ സാലഗ്രാമങ്ങളും എടുത്ത് ഗോപാൽ ഭട്ട് ഗോസ്വാമി എവിടേക്ക് പോവുകയാണ്? വൃന്ദാവനത്തിലെത്താണ്. ഗോപാൽ ഭട്ട് ഗോസ്വാമി സാലഗ്രാമ പൂജ തുടങ്ങുകയാണ്. വിധിപ്രകാരം ഭക്ഷണം നേദ്യം, അതായത് പൂജാദികളൊക്കെ ഗോപാൽ ഭട്ട് ഗോസ്വാമി സാലഗ്രാമത്തിന് ചെയ്യാണ്. അങ്ങനെ ഇരിക്കെ വൃന്ദാവനത്തിലേക്ക് ഒരു ധനികനായിട്ടുള്ള ഒരു വ്യവസായി വരികയാണ് കേട്ടോ. ആ ധനികനായിട്ടുള്ള വ്യവസായി എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ഭഗവാന് കയ്യിൽ കുറേ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ടാണ് വരുന്നത്. ആ വ്യവസായി അവിടുത്തെ ഗോസ്വാമിമാർക്കൊക്കെ കൊടുക്കുകയാണ്. കാരണം അവിടുത്തെ ഠാക്കൂർജി അവരുടെ കൃഷ്ണനെ അലങ്കരിക്കാൻ എല്ലാ ഗോസ്വാമിമാരുടെ അടുത്തും രൂപം പൂണ്ട കൃഷ്ണനുണ്ട്, അതായത് വിഗ്രഹമുണ്ട്. പക്ഷെ ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ അടുത്ത് ഉള്ള കൃഷ്ണനല്ലല്ലോ, സാലഗ്രാമാണല്ലോ.
അങ്ങനെ ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ അടുത്തും ഈ വ്യവസായി വന്നിട്ട് ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും സമർപ്പിക്കുകയാണ്. അത് സ്വീകരിച്ചു. ഗോപാൽ ഭട്ട് ഗോസ്വാമി സാലഗ്രാമത്തിൻ്റെ മുന്നിൽ വെക്കുകയാണ്. പക്ഷേ ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് അകാരണമായിട്ടുള്ള ഒരു ദുഃഖം. എന്താ ദുഃഖം? എനിക്കിത് സമർപ്പിക്കാൻ പറ്റില്ലല്ലോ, എനിക്കിത് ഭഗവാനെ അണിയിച്ചൊരുക്കി കാണാനുള്ള ഭാഗ്യമില്ലല്ലോ. കാരണം എൻ്റെ ഭഗവാൻ സാലഗ്രാമല്ലേ. ഭഗവാന്റെ ആ ദിവ്യരൂപം, പത്മപാദങ്ങളും കമലനേത്രങ്ങളും എല്ലാം ഒരുക്കി ഇതൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്രീ ഗോപാൽ ഭട്ട് ഗോസ്വാമി കരയാണ്. എന്നാ ഇത് നടന്നത്? നരസിംഹ ജയന്തി, നരസിംഹ ചതുർദശിയുടെ അന്ന് രാത്രി ഗോപാൽ ഭട്ട് ഗോസ്വാമി അങ്ങനെ വിഷമിക്കുകയാണിത് പറഞ്ഞ്. ആ ദിവ്യരൂപം എന്താ എൻ്റെ മുന്നിൽ പ്രകടാക്കാത്തത്? എനിക്കിതൊക്കെ ഇട്ട് ഒരുക്കി കാണണം എൻ്റെ ഭഗവാനെ. അങ്ങനെ ഗോപാൽ ഭട്ട് ഗോസ്വാമി ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല. കാരണം കൃഷ്ണനെ കാണാനുള്ള കൊതിയാണ്, ആ ഭഗവാന്റെ രൂപം കാണാനുള്ള കൊതി. അങ്ങനെ കരഞ്ഞ് അൺകോൺഷ്യസായി ഗോപാൽ ഭട്ട് ഗോസ്വാമി ഉറങ്ങാണ്. ഇനിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം നടക്കാൻ പോകുന്നത്. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് വൃന്ദാവനത്തിൽ ഒരു വൃക്ഷ ചുവട്ടിലാണ് നമുക്ക് കാണാം ഈ പ്രാകട്യമായ സ്ഥലം. ഈ സാലഗ്രാമങ്ങൾ എന്തായി മാറി? ത്രിഭംഗരൂപത്തിലുള്ള ഒരു കൃഷ്ണവിഗ്രഹമായി മാറി. അതിലെ സാലഗ്രാമം 3 വളവോട് കൂടിയ കൃഷ്ണൻ ശ്രീ രാധാരമണനായി മാറി. രാധയെ രമിപ്പിച്ച കൃഷ്ണൻ. അങ്ങനെ ഗോപാൽ ഭട്ട് ഗോസ്വാമി എണീറ്റ് നോക്കുമ്പോൾ കൃഷ്ണവിഗ്രഹമായി മാറിയിരിക്കുന്നു. സ്വയംഭൂവായിട്ട് ഭഗവാൻ വന്നിരിക്കുക. ഈ സാലഗ്രാമത്തിൽ നിന്ന് ഭഗവാൻ വന്നു. ആ ഭഗവാന്റെ ത്രിഭംഗരൂപം കണ്ടു. ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് അത്യന്തം ആനന്ദമായി. ഈ കൊണ്ടുവന്ന വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കാം, അല്ലേ, ഒരുക്കിയെടുക്കാം ഭഗവാന്. ആ രാധാരമണൻ പ്രാകട്യായ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ രാത്രി വിഷമിച്ച് കരഞ്ഞു ഗോപാൽ ഭട്ട് ഗോസ്വാമി കിടന്നുറങ്ങിയ കാലത്ത് ആ വൃക്ഷച്ചുവട്ടിൽ ഗോപാൽ ഭട്ട് ഗോസ്വാമി സാലഗ്രാമം നോക്കുമ്പോൾ ഭഗവാനായി മാറിയിരിക്കുന്നു. ഈ പ്രാകട്യ സ്ഥാനം നമുക്ക് വൃന്ദാവനത്തിൽ കാണാം. ഇനി ഒരു ഐതിഹ്യം കൂടിയുണ്ട്, ഒരു കഥയും കൂടി ഞാൻ വ്രജവാസികളിൽ നിന്ന് കേട്ടു. മഹാരാസം നടക്കുന്ന സമയം അല്ലേ, നമുക്കറിയാം, ഗോപികമാരും കൃഷ്ണനും കൂടി രാസം ചെയ്യുന്ന സമയത്ത് ഈ ഗോപികമാർക്ക് ഒരു മോഹം, ഭാഗവതത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു അഹംബോധം തോന്നി. എൻ്റെ കൃഷ്ണനാണ് ഇത്, എൻ്റെ ആണെന്നുള്ള ഒരു സ്വാർത്ഥത. ആ സമയത്ത് കൃഷ്ണൻ അവരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷപ്പെടുന്നു. ആ അപ്രത്യക്ഷപ്പെട്ട കൃഷ്ണൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. രാധയെ രമിപ്പിക്കുന്ന കൃഷ്ണൻ, രാധാരമണൻ. ഇങ്ങനെയും ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. ആ രാധാരമണനാണ് ഈ രാധാരമണൻ. ഓക്കെ, ഈ രാധാരമണൻ പ്രാകട്യായ സമയത്ത് വൃന്ദാവനത്തിൽ അവിടെ അഖണ്ഡ ജ്യോതി എന്ന രൂപത്തിൽ ശ്രീ ലക്ഷ്മി പ്രാകട്യായി. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കാണിച്ചു. എവിടെയാ? അവിടുത്തെ രസോയി കിച്ചണിൽ, അടുക്കളയിൽ ഇപ്പോഴും അഖണ്ഡ ജ്യോതി, ഒരു അടുപ്പുണ്ട്, അവിടെ തീ, യാഗാഗ്നി പോലെ ലക്ഷ്മിയും കൂടി പ്രാകട്യായി. ഈ അടുപ്പിലാണ് ഇപ്പോഴും ഈ കെടാവിളക്ക് പോലെ ഉള്ള ഈ ജ്യോതിയിലാണ് ഭക്ഷണം ഭഗവാന് പാകം ചെയ്യുക. ഭഗവാന്റെ ആരതിക്കുള്ള കനൽ, അതായത് ഈ കനലിൽ നിന്നാണ് ആരതിക്കും വരെ പകർത്തിക്കൊണ്ടു പോകുന്നത്. അതേപോലെ ശ്രീ അവർ ശ്യാമശ്രീ തൊടും, കറുപ്പ് കളർ തിലകാണ് കേട്ടോ രാധാരമൺ ഡിവോട്ടീസിൻ്റെ. ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ബ്ലാക്ക് കളർ തിലകം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം രാധാരമൺ ഡിവോട്ടീസ് ആണെന്ന്. ഈ തിലകവും ഈ കനലിൽ നിന്നുള്ളതാണ്. അതായത് ഞാൻ അറിയാൻ കഴിഞ്ഞത്, എൻ്റെ മാതാജി പറഞ്ഞ് ഞാൻ അറിഞ്ഞതാണ് കേട്ടോ. മാതാജി രാധാരമൺ ഡിവോട്ടിയാണ്. ഈ തിലകം സൂചിപ്പിക്കുന്നത് ഈ യാഗാഗ്നി പറഞ്ഞ ലക്ഷ്മി പ്രാകട്യായതല്ലേ, അപ്പോൾ അവിടുത്തെ പ്രസാദമാണെന്നാണ് പറയുന്നത്. 500 വർഷത്തോളം, 489 to 500, 500 വർഷത്തോളമായിട്ട് ഈ ജ്യോതി അഖണ്ഡമായിട്ട്, അതായത് കെടാവിളക്ക് പോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് ദൂരെ നിന്ന് കാണാം, അകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. ഇതിലാണ് ഭഗവാന്റെ ഭക്ഷണം പാചകം ചെയ്യുന്നതൊക്കെ. ലക്ഷ്മി സാന്നിധ്യവും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല രാധാരമണൻ്റെ അടുത്ത് ശ്രീ രാധാസങ്കല്പത്തിലും ദേവീനെ ഒരുക്കാറുണ്ട് കേട്ടോ. രാധാരമണൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാധാരമണന് വിശേഷാൽ ഭക്ഷണങ്ങളും
ആരതിയും മംഗളാരതി, രാജഭോഗാരതി, ശയനാരതി, നേദ്യങ്ങളാവട്ടെ ഭഗവാൻ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കാൻ പോവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭഗവാൻ അവിടെ ഉണ്ടാവില്ല, ഭഗവാൻ ഉറങ്ങായിരിക്കും. കിടന്നുറങ്ങുമ്പോൾ ഭഗവാന് രാത്രി ഓടക്കുഴൽ വായിച്ചു കൊടുക്കും. ഈ ഭഗവാൻ പ്രത്യക്ഷ ലീല കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എന്ത് പ്രത്യക്ഷ ലീലയായി ഭഗവാൻ കാണിക്കുക? ഭഗവാൻ പല്ല് കാണിക്കും, ഇടയ്ക്ക് പല്ല് കാണിക്കില്ല. അതായത് ചിരിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ പല്ല് കാണാൻ പറ്റുന്ന ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ, ഇപ്പോൾ ക്യാമറ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ആ പല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പോലും കാണാം കേട്ടോ. ചില സമയത്ത് പല്ല് കാണിക്കില്ല, ചില സമയത്ത് ഇത്തിരി ഗൗരവമായിരിക്കും, ചില സമയത്ത് നന്നായി ചിരിച്ചിരിക്കും, ചില സമയത്ത് ഇങ്ങോട്ട് തിരിയുന്നതായിട്ടും നോക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് പ്രത്യക്ഷ അനുഭവം കിട്ടും ഈ രാധാരമണൻ്റെ അടുത്തുനിന്ന്. ഭഗവാനെ വിനോദത്തിലൊക്കെ ഏർപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വൃന്ദാവനത്തിൽ ഇറങ്ങി ചെന്നിട്ടുള്ള ഭക്തിയാണ് ചെയ്യുന്നത്. അവിടെ ഭഗവാൻ അവിടെ ഉണ്ട്. ആ ഭഗവാന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ചൂട് സമയത്ത് വെള്ളമൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത്, അതേപോലെ ഭഗവാൻ ഇപ്പോൾ ചൂടാണ് വൃന്ദാവനത്തിൽ, അതീവ ചൂടാണ്. അപ്പോൾ ചൂടിൽ ഭഗവാൻ പുറത്തായിരിക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള രാധാരമണൻ. ഈ രാധാരമൺ പ്രാകട്യമായ ദിവസം എങ്ങനെയാണോ നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്, അതേപോലെയാണ് കേട്ടോ നമ്മൾ രാധാരമണൻ്റെ ഉത്സവം വൃന്ദാവനത്തിൽ ആഘോഷിക്കുന്നത്. കാരണം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസമല്ലേ. ഒരു ഭക്തൻ്റെ ആഗ്രഹം, ഈ ഭക്തൻ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വിഷമിച്ചതെന്നല്ലേ, എങ്ങനെയാണോ നരസിംഹ ഭഗവാൻ തൂണ് പിളർന്ന് വന്നത് അതേപോലെ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭക്തൻ കരഞ്ഞത്. ഗോസ്വാമി കരയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടില്ല, അതേപോലെ എൻ്റെ അടുത്തും പ്രത്യക്ഷപ്പെട്ടൂടെ, ആ ദിവ്യരൂപം എനിക്ക് കാണിച്ചു തന്നൂടെ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭഗവാനെ വരാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളിന്ന് എന്താ ചെയ്യേണ്ടത്? വൃന്ദാവനത്തിലെ കൃഷ്ണൻ പ്രാകട്യമായ ദിവസം രാധാരമണൻ, ആ രാധാരമണൻ്റെ ദർശനം നമ്മൾ എടുക്കണം. എങ്ങനെയാ? നമ്മളുടെ വീടിൻ്റെ അടുത്തുണ്ടല്ലോ കൃഷ്ണൻ, ആ കൃഷ്ണനാണ് നമുക്ക് രാധാരമണൻ, അതാണ് നമ്മുടെ വൃന്ദാവനത്തിലെ കൃഷ്ണൻ. ഇനി അതെടുക്കാൻ പറ്റാത്തവർ വീട്ടിലുള്ള ഭഗവാനുണ്ടല്ലോ, ഇനി അതും ഇനി അവിടെയും പോകാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ രാധാരമണൻ നിറഞ്ഞിരിക്കുകയാണ്. ഈ രാധാരമണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്ന് ഭഗവാന്റെ പ്രാകട്യ ദിവസമായിട്ട് ആരൊക്കെയാണോ ഈ കഥ കേൾക്കുന്നത് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ശ്രീ രാധാരമൺ ലാൽ തരട്ടെ. ശ്രീ ഗൗരാംഗ പ്രഭു, അതായത് ചൈതന്യ മഹാപ്രഭുവിനെ തന്നെ ഗോപാൽ ഭട്ട് ഗോസ്വാമി രാധാരമണിൽ കണ്ടു എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു തന്നെ. അങ്ങനെ ഇരിക്കുന്ന രാധാരമണൻ, ശ്രീ ചൈതന്യ മഹാപ്രഭു രാധാരമണനും വേറിട്ടല്ല. ഞാൻ പറഞ്ഞു ചൈതന്യ മഹാപ്രഭുവിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇങ്ങനെ നമുക്ക് രാധാരമണനെ പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെയും കൃപയാണ്. അവരുടെ പത്മപാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് കുഞ്ച് ബിഹാരി ശ്രീഹരദാസ്.